സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് എനിക്ക് എൻ്റെ കാര്യം, എനിക്ക് മറ്റൊരാളുടെ കാര്യത്തിലും എനിക്കറിയാൻ വേണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട, എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കുക, എൻ്റെ ആവശ്യങ്ങൾ മാത്രം നേടിയെടുക്കുക എന്നൊരു ചിന്താഗതി. അതായത് നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അത് പാർട്ട്ണർ ആവട്ടെ, അല്ലെങ്കിൽ പാരൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. അത് അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ടായിരിക്കും അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അവിടെ നമ്മളെ കൊണ്ടുള്ള ആവശ്യം നടത്തിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വേദനകളാകട്ടെ, നമ്മുടെ ഫീലിങ്സ് ആകട്ടെ, നമ്മുടെ ഇമോഷൻസ്, അവർ അതിനൊന്നും ഒരു വാല്യൂ പോലും തരത്തില്ല. കേട്ട മട്ട് പോലും നടിക്കാത്ത രീതിയിൽ അവർ കടന്നു പോകും. സോ അങ്ങനെയുള്ള ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ ആണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതെങ്കിൽ ഒന്ന് കണ്ണോടിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെയുള്ളവരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, അതിന് വേണ്ട മുൻകരുതൽ എടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അവർ അംഗീകരിച്ച് തരില്ല നമുക്ക്. കാരണം ഇവിടെ വേദന അനുഭവിക്കുന്നത് വിക്റ്റിം ആയിരിക്കും. ഇവർ ചെയ്ത തെറ്റിനും ഈ വിക്റ്റിമിനെ കൊണ്ട് സോറി പറയിപ്പിക്കുക. അപ്പോൾ ഈ വിക്റ്റിമിനെ തന്നെ അറിയത്തില്ല ഞാൻ എന്തിനാ ഈ അപ്പോളജൈസ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. എന്നാലും അവർ പറയും, ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ അല്ലെങ്കിൽ ഒരു വഴക്കിലോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരിത് പറയും. പക്ഷെ ശരിക്കും ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് കേട്ടോ.